ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ കുഞ്ഞു വ്ളോഗ്. നമ്മൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ്. നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഓക്കെ. അതുപോലെ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ പീസ് ഇന്നലെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. നന്നായി കഴുകി നമ്മൾ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ പച്ചക്കറി, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്. നമ്മൾ ക്യാരറ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതോടെ കൂട്ടിയെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ ഈ പച്ചക്കറികൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അരിഞ്ഞിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അതോടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അടച്ച് വെച്ചൊരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അപ്പുറത്ത് പത്തിരിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഉമ്മ അത് കുഴക്കലും പരത്തലൊക്കെ ഉമ്മ തന്നെ ചെയ്യുന്നുണ്ട്. പത്തിരിക്ക് വേണ്ടി നമ്മൾ ചിക്കനോടെ വെക്കുന്നുണ്ട്, ചിക്കൻ കറി. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ നന്നായി കഴുകി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്ടി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ ഒരു വലിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒന്ന് വാടി വന്നാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മളൊരു ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മളെ മസാലയ്ക്ക് വേണ്ടത് നമുക്കൊരു തക്കാളിയാണ്. തക്കാളി കൂടെ അതിലിട്ട് കൊടുത്തിട്ട് നമുക്കൊരു കുറച്ച് നേരം അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ അവിടെ പത്തിരി പരത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പത്തിരി ചൂടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ചട്ടിയൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളെ മസാലപ്പൊടികൾ ചേർക്കേണ്ട സമയമായിട്ടുണ്ട് നമ്മളെ പച്ചക്കറിക്ക്. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ മിക്സാക്കി കൊടുക്കാം. ചിക്കൻ അതിലിട്ടിട്ട് എല്ലായിടത്തും നമ്മൾ മസാല എത്തുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ താത്തയുടെ മോള് സ്കൂളിൽ പോണ സമയമാണ്. പിന്നെ നമ്മൾ ആദ്യം വെച്ച കറി നമ്മൾ ഏകദേശം ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വറവിടണം. അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് ചെറിയുള്ളിയും അതുപോലെ 2 വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. താങ്ക് യു. അതുപോലെ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ കേട്ടോ.